മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മദ്യപിക്കുന്നവർക്കിടയിൽ കൈമാറി വരുന്ന ചില തിയറികളുണ്ട്. അതിലൊന്നാണ് പാലുമായുള്ള ബന്ധം. മിൽക്കുമായിട്ടുള്ള ചില തിയറികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മദ്യപിക്കുന്നതിന് മുന്നേ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനൊരു കോട്ടിങ് കിട്ടും. അതുപോലെ മദ്യപിച്ചതിന് ശേഷം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് കേടാവും, അത് പിരിയും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് പിന്നിലെ ശാസ്ത്രീയമായ കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് വെറും കെട്ടുകഥകളോ അന്ധവിശ്വാസങ്ങളോ ആണോ, അതോ ഇതിൽ വല്ല കാര്യവുമുണ്ടോ? ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചും ഇത് ശരിക്കും നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഈറ്റ് ഓൾ ക്ലബ്. ആദ്യം നമുക്ക് ഇതിന്റെ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. എഥനോൾ വേഴ്സസ് കേസിൻ. മദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എഥനോൾ ആണ്. അതുപോലെ പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ കേസിനും. ഗ്ലാസ്സിൽ മദ്യവും പാലും കലർത്തുമ്പോൾ അത് പിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രധാനമായും ആൽക്കഹോൾ പാലിലെ പ്രോട്ടീനുകളെ ഡീനേച്ചർ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ കെമിക്കൽ പ്രക്രിയ നമ്മുടെ വയറിനുള്ളിൽ നടക്കുമ്പോൾ അത് നമ്മുടെ ദഹനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വയറ്റിലെ അസിഡിറ്റിയും മദ്യവും ചേർന്ന് പാലിനെ പിരിക്കുമ്പോൾ അത് കട്ടി പിടിച്ചൊരു പാലായിട്ട് മാറുന്നു. സാധാരണ പാൽ ദഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ കട്ടി പിടിച്ച പാല് ദഹിക്കണമെങ്കിൽ ആവശ്യമാണ്. ഇത് നമ്മുടെ ആമാശയത്തിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കുകയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അത് മോശമായി ബാധിക്കുകയും നമ്മുടെ ഡൈജഷൻ സ്ലോ ആക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ലൈനിങ് ദ സ്റ്റൊമക്ക്, വയറിലെ ആവരണം. ഇതിന് പിന്നിലുള്ള മിഥ്യയും സത്യവും എന്താണെന്ന് നോക്കാം. മദ്യപിക്കുന്ന പലരും കരുതുന്നത് പാൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറിലൊരു ആവരണം പോലെ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതുപോലെ ഒരു ആവരണം ഉണ്ടാകുമെന്നാണ്. ദ കോൺവെർസേഷൻ പോലുള്ള ന്യൂസ് ലെറ്റേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു ആവരണം ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ മദ്യപിക്കുന്നതിന് മുന്നേ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യം നമ്മുടെ ശരീരത്തിലേക്കുള്ള അബ്സോർപ്ഷൻ സാവധാനത്തിലാക്കും. ഇനി നമുക്ക് ഗ്യാസ്ട്രിക് എംറ്റിങ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ആമാശയം ഭക്ഷണത്തെ ചെറുകുടലിലേക്ക് വിടുന്ന പ്രക്രിയയാണ് നമ്മൾ ഗ്യാസ്ട്രിക് എംറ്റിങ് എന്ന് പറയുന്നത്. പാലില് ധാരാളം പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. പാലിലെ പ്രോട്ടീനും ഫാറ്റും ദഹിക്കണമെങ്കിൽ സമയമെടുക്കും. അതുപോലെ തന്നെ കുട്ടികളെ പോലെയല്ല മുതിർന്നവർക്ക് പാല് ദഹിക്കണമെങ്കിൽ സമയമെടുക്കുമെന്നും അതുപോലെ മുതിർന്നവർക്ക് പാൽ ആവശ്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാല് നമ്മുടെ വയറ്റിലുള്ള സമയത്താണ് നമ്മൾ മദ്യം കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചെറുകുടലിലേക്ക് എത്താനായിട്ട് വൈകും. അപ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് മദ്യം കലരുന്നത് സാവധാനത്തിലാവും. അപ്പോൾ നമുക്ക് കുടിക്കുന്ന ലഹരിയും അതുപോലെ തന്നെ സാവധാനത്തിലായിരിക്കും. ഇതിനെ നമ്മൾ ലോവർ പീക്ക് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയും. ഇനി നമുക്ക് എഥനോൾ അബ്സോർപ്ഷനെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് മദ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതെന്ന്. നമ്മൾ മദ്യപിക്കുമ്പോൾ അതിന്റെ 20% നമ്മുടെ ആമാശയത്തിൽ നിന്നും ബാക്കി 80% നമ്മുടെ ചെറുകുടലിൽ നിന്നുമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. നമ്മൾ വെറും വയറ്റിലാണ് മദ്യപിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വെടിയുണ്ട പോലെ മദ്യം നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നു. എന്നാൽ നമ്മുടെ വയറ്റിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു തടസ്സമായി നിൽക്കും. ഈ ഡിലേ കാരണം നമ്മുടെ ലിവറിന് മദ്യത്തെ സംസ്കരിക്കാനായിട്ട് കൂടുതൽ സമയം ലഭിക്കുന്നു. ഇനി നമുക്ക് മിൽക്ക് ആഫ്റ്റർ ആൽക്കഹോൾ, മദ്യപിച്ചതിന് ശേഷം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിനാരിയോസ് ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. മദ്യപിച്ചതിന് ശേഷം പാല് കുടിക്കുന്നത് പലപ്പോഴും വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക. മദ്യം വയറ്റിലെ ഗ്യാസ്ട്രിക് ആസിഡിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും. ഇതിലേക്ക് പാലെത്തുമ്പോൾ അത് പിരിയുകയും ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മദ്യപിച്ച ശേഷം പാല് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ആസിഡ് റീബൗണ്ട് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. പാല് കുടിക്കുമ്പോൾ താൽക്കാലികമായി നെഞ്ചരിച്ചിൽ മാറുന്നതായി തോന്നും. എന്നാൽ പാലിലെ കാൽസ്യം വയറ്റിലെ ഗ്യാസ്ട്രിൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ആസിഡ് ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതിനെയാണ് സഹയാത്രി ഹോസ്പിറ്റൽ ചൂണ്ടിക്കാണിക്കുന്ന ആസിഡ് റീബൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആൻഡ് ആൽക്കഹോൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പാലിലെ പഞ്ചസാരയായ ലാക്ടോസിനെ ദഹിപ്പിക്കുന്നത് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. മദ്യപിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ലാക്ടേസ് എൻസൈമുകളുടെ അളവ് ഗണ്യമായി കുറയുന്നു. ഇതുകൊണ്ട് തന്നെ സാധാരണയായി പാല് കുടിച്ചാൽ കുഴപ്പമില്ലാത്തവർക്ക് പോലും മദ്യത്തോടൊപ്പം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഈ മദ്യവും പാലും ഒരുമിച്ച് നമ്മുടെ വയറ്റിലെത്തി കഴിയുമ്പോൾ അതൊരു വിഷമല്ല എങ്കിലും അത് നമ്മുടെ വയറ്റിൽ ബ്ലോട്ടിംഗ് ഉണ്ടാക്കും. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ഈ പാലിന്റെ കട്ടി കൂടും. ഈ കട്ടി കൂടിയ പാല് ദഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഊർജ്ജം ചെലവാക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് മദ്യവും പാലും ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും. ഇനി നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, മദ്യപിച്ചതിന് ശേഷം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഹാങ് ഓവറിനെ മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണം മാറും, നമുക്ക് പെട്ടെന്ന് ഒരു ഊർജ്ജം ലഭിക്കുമെന്ന്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. മദ്യപിച്ചതിന് ശേഷം നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് തന്നെയാണ് നമുക്ക് ഊർജ്ജം വീണ്ടെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. പാല് ഒരു ദ്രാവകമാണെന്നുണ്ടെങ്കിലും അത് കട്ടി കൂടിയ ഒരു ദ്രാവകമായതുകൊണ്ട് അതിനെ പെട്ടെന്ന് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പാലിനെ കഴിയും. ഇനി നമുക്ക് ന്യൂട്രിയന്റ് ബ്ലോക്കിംഗ്, അതുപോലെ നമ്മുടെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മദ്യത്തിന്റെ കൂടെ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രോട്ടീനും കാൽസ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കും എന്ന് കരുതിയാണ് കുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ കുടലിന്റെ ഉൾഭാഗം വളരെ മൃദുവായ ഒന്നാണ്. നമ്മൾ മദ്യപിക്കുമ്പോൾ മദ്യം അവിടെ ചെല്ലുകയും അവിടെ ചെറിയ ചെറിയ അസ്വസ്ഥതകളും മുറിവുകളും ഉണ്ടാക്കുന്നു. ഇത് കാരണം നമ്മൾ കുടിക്കുന്ന പാലിന്റെ യഥാർത്ഥ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടാതെ പാഴായി പോകും. അതുകൊണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മദ്യത്തിന്റെ കൂടെ പാല് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് അതൊരു അമിത ഭാരം കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദ സ്ലീപ്പ് ട്രാപ്പ്. ചിലര് ഉറക്കം വരാൻ വേണ്ടിയിട്ട് മദ്യപിച്ചതിന് ശേഷം പാല് കുടിക്കാറുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. പാലിലാണെന്നുണ്ടെങ്കിൽ
നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ട്രൈപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിന്റെ കലവറയാണ് പാല്. ഇതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് മദ്യപിച്ചതിന് ശേഷം പാലും കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ കഴിയുമെന്നുള്ളത്. നമ്മുടെ ഉറക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റിം സ്ലീപ്പ്. റിം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൊമെന്റ്. ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുകയും നമ്മുടെ മെമ്മറീസിനെ റിഫ്രഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മദ്യപിച്ചിട്ട് കിടക്കുന്ന സമയത്ത് മദ്യം ഈ ഘട്ടത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുന്നതിന് പകരം ഒരു സഡേഷൻ കിട്ടിയതുപോലെയാണ് ഉറങ്ങുന്നത്. ഇനി പാല് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു 6-8 മണിക്കൂർ ഉറക്കം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. എന്നാലും നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ട് തന്നെ മദ്യവും പാലും ഒക്കെ ഒരുമിച്ച് കുടിച്ച് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ തലവേദനയും ക്ഷീണവും ഭയങ്കര ഹാങ് ഓവറും ഒക്കെ അനുഭവപ്പെടും. ഇനി മദ്യപിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് അഡ്വൈസസ് നമുക്ക് നോക്കാം. നിങ്ങൾ മദ്യപിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഒരു കാരണവശാലും മദ്യപിക്കാതിരിക്കുക. ഇനി വെറും വയറ്റിൽ മദ്യപിക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കാൽസ്യവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് മദ്യപിക്കാം എന്നും ചിന്തിക്കരുത്. പാലിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ വയറ്റിൽ ആഹാരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ വയറ്റിൽ ചോറോ ചിക്കനോ പച്ചക്കറികളോ ഒക്കെ കഴിച്ചിട്ട് അതിനുശേഷം മദ്യപിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മദ്യം നേരിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നതിനെ തടയും. ഇവിടെ നമ്മുടെ ആഹാരം ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കും. ഇനി നിങ്ങൾ പാല് കുടിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്നതിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും അത് കുടിക്കുന്നതാണ് നല്ലത്. മദ്യപിച്ചതിന് ശേഷമോ മദ്യപിക്കുന്നതിന് മുന്നെയോ പാല് കുടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിന് പകരം ധാരാളം വെള്ളം കുടിക്കുക. അതാണ് നമ്മുടെ സ്റ്റൊമക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മദ്യവും പാലും ഒരു സ്ലോ പോയിസൺ അല്ല. എന്നാൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മദ്യവും പാലും ഒരുമിച്ച് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതൊരു യുദ്ധക്കളമായി മാറും. ഇനി നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗം മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇതിന്റെ സോഴ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇതുപോലുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്.